നോർക്ക എന്താണ്, എന്തൊക്കെയാണ് നോർക്കയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെയുള്ളതെന്ന് വ്യക്തമാക്കി തരുമോ? തീർച്ചയായിട്ടും. നോർക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അബ്രിവിയേഷൻ നമുക്കൊന്ന് നോക്കാം. നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് അഫയേഴ്സ്. ഓക്കെ. പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് നോർക്ക. അപ്പം ഇത് രണ്ട് പേര്, ഇപ്പം നോർക്ക എന്ന് പറഞ്ഞു. നോർക്ക എന്ന് പറഞ്ഞത് പ്രവാസി മലയാളികളുടെ ക്ഷേമം, അവർക്ക് വേണ്ട സേവനങ്ങൾ, സർവീസസ്, ഇപ്പം വെൽഫെയറും സർവീസും കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വകുപ്പാണ് നോർക്ക. ആ വകുപ്പിൻ്റെ കീഴിൽ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ഒരു ഫീൽഡ് ആമായിട്ട് നോർക്ക റൂട്ട്സ് എന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. ഇത് ഒരു കമ്പനിയാണ്. അപ്പം നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു കമ്പനിയായിട്ട് അതിൻ്റെ ഫീൽഡ് ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നോർക്ക റൂട്ട്സ്. റൂട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വേരുകൾ എന്നാണ് കാണിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ചിരിക്കുന്ന മലയാളി ഡയസ്പോറയെ അതിൻ്റെ റൂട്ട്സിലേക്ക് കണക്ട് ചെയ്യുന്ന, സോ വി ആർ എ കണക്ടർ. സോ നോർക്ക റൂട്ട്സ് ഈസ് എ കണക്ടർ കണക്റ്റിംഗ് ഡയസ്പോറ വിത്ത് ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണോ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണോ? എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇത് ഒരു പൂർണ്ണ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. അതൊരു സെക്ഷൻ 8 കമ്പനി എന്ന് പറയും. ഇന്ത്യൻ കമ്പനി നിയമത്തിൽ 2013 കമ്പനി നിയമത്തിൽ സെക്ഷൻ 8 കമ്പനി എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. പക്ഷേ ഈ കമ്പനിയുടെ 51% സ്റ്റേക്ക് ഷെയർ സർക്കാരിൻ്റെ കയ്യിലും 49% ഓഹരി പ്രവാസികളുടെ കയ്യിലുമാണ്. അതായത് ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് സിയാൽ മോഡൽ, സിയാൽ എല്ലാവർക്കും പരിചിതമുണ്ട്. അപ്പം ഇതുപോലെയുള്ള പ്രവാസികൾക്ക് കൂടി പങ്കാളിത്തമുള്ള സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. പ്രവാസികളുടെ ക്ഷേമം, അവരുടെ സേവനങ്ങൾ ഉറപ്പാക്കുക എന്നാണ് ഈ കമ്പനിയുടെ സ്ഥാപിത ലക്ഷ്യം. 1996 നോർക്ക എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. 1996 കൃത്യമായിട്ട് പറഞ്ഞ ഡിസംബർ 6 നോർക്ക എന്ന് പറയുന്ന ഒരു ആശയം അതൊരു ഡിപ്പാർട്ട്മെൻ്റായിട്ട് രൂപീകരിക്കുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞ ഒരൊറ്റ സംസ്ഥാനമാണ് സ്വന്തം സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി, അവർക്ക് വേണ്ട സേവനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുക എന്നത് വളരെ ഒരു നൂതനമായ ഒരു കാര്യമായിരുന്നു അന്നത്തെ കാലത്ത്. നോർക്ക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ ഈ NRIs എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് എന്നാണ് നോർക്കയുടെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നോർക്ക പ്രവാസി എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? അതെ, അതും നോർക്ക ആരെയാണ് പ്രവാസിയായിട്ട് കാണുന്നത്? തീർച്ചയായിട്ടും അതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ NRI എന്ന് പറയുന്ന നമ്മൾ പൊതുവെ പറയുന്ന ഡെഫിനീഷനേക്കാളും കുറച്ചും കൂടി വിപുലമായ ഡെഫിനീഷനാണ് കേരളം കൊടുത്തിരിക്കുന്നത്. നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൗമശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു മലയാളിയെയും പ്രവാസി മലയാളിയായിട്ടാണ് കേരളം കരുതുന്നത്. ഓക്കെ. അപ്പം ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികളും ഇന്ത്യയുടെ പുറത്ത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, അവിടെ താമസിക്കുന്ന പ്രവാസി മലയാളികളും നോർക്കയുടെ പരിധിയിൽ വരുന്നു. നോർക്കയുടെ സ്റ്റേക്ക് ഹോൾഡറാണ് NRK ആണ്. NRK അതാണ് നിങ്ങളുടെ ഡെഫിനിഷൻ. NRK നോൺ റെസിഡൻറ്റ് NRI അല്ല. അതാണ് എപ്പോഴും ഞാനും പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ നോർക്ക എന്ന് പറയുന്നത് വിദേശ മലയാളികൾക്ക് വേണ്ട ഒരു സംഘടനയാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് പിന്നീടാണ് നോർക്കനെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലായത് ഇത് വിദേശ മലയാളികളല്ല, കേരളത്തിന് പുറത്ത് എവിടെയുള്ള മലയാളികളെയും അവർ NRK ആയിട്ടാണ്, അതായത് വിദേശിയായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനാണ് നോർക്ക അല്ലേ? വിദേശി എന്ന് പറയുന്നതിനേക്കാൾ പ്രവാസി യെസ്, അതാണ് കറക്റ്റ്, മലയാളി പ്രവാസി എന്നാണ് പറയുന്നത്. ഓക്കെ. താങ്കൾ എത്ര വർഷമായി നോർക്കയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു?
ഞാൻ ഏകദേശം 9 വർഷത്തിലധികമായിട്ട് ഡയസ്പോറ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, ഓക്കെ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡയസ്പോറയുടെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ, എസ്പെഷ്യലി എൻ്റെ ഗവേണൻസ് സൈഡിൽ ഓക്കെ ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഓക്കെ